പുള്ളി ഇരട്ടായി. കരച്ചിൽ ഇതൊക്കെ കേട്ടപ്പോൾ ഞാനും മരിക്കും എന്നുള്ള ധാരണ, ഇനി രക്ഷപ്പെടാമെങ്കിലും കുടുംബത്തിൽ നിന്ന് കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ നമ്മുടെ ലാസ്റ്റത്തെ ഒരു കലിമ ഷഹാത്ത് പോലത്തെ അതൊക്കെ ചെല്ലിയിട്ട് ഞാൻ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു വെളിച്ചം, എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വെളിച്ചം കിട്ടിയപ്പോഴാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നിയത്. അങ്ങനെ അവിടത്തേക്ക് പാസ് ചെയ്ത് പോയി അവിടെ നിർത്തി ചാടുകയാണ് ചെയ്തത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം. ആ സമയത്ത് ഉത്തര മലബാറിലെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മറ്റൊരു വിമാന ദുരന്തത്തിന്റെ ഓർമ്മകളാണ്. മംഗലാപുരം വിമാന ദുരന്തം 2010 മെയ് 22 പുലർച്ചെ 6:07 ഈ ദുരന്തം. 166 യാത്രക്കാരാണ് ആ വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നത്. അതിൽ രക്ഷപ്പെട്ടത് വെറും 8 പേർ മാത്രം. അതിലൊരാളാണ് കണ്ണൂർ കമ്പിൽ സ്വദേശി മൈൻകുട്ടി. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു വിമാന ദുരന്തം കൂടി ഉണ്ടാവുന്നു. എങ്ങനെയാണ് അന്നത്തെ ആ ദുരന്തത്തെ ഓർക്കുന്നത്? ഇപ്പോൾ ഇന്നലെ അഹമ്മദാബാദിലുണ്ടായ ദുരന്തത്തിന്റെ ഇത് കാണുമ്പോൾ എനിക്ക് മുഴുവനും 15 വർഷത്തേക്കുള്ള റിട്ടേൺ പോയിരിക്കുകയാണ്. അന്നത്തെ അപകടത്തെ പറ്റി ഓർമ്മ വരികയാണ്. ആദ്യം ഇന്നലെ അപകടത്തിൽ മരിച്ച എല്ലാവർക്കും ഞാൻ ആദരത്തിനായി അർപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ അപകടത്തിന്റെ ഫുള്ളായിട്ട് ഒരു സിനിമയിൽ കാണുന്നത് പോലെ രംഗം മുഴുവൻ എൻ്റെ മുന്നിലേക്ക് വരികയാണ്. കാരണം അത് അന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്നലെ നടന്നത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണെങ്കിൽ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾക്ക് അപകടത്തിൻ്റെ സൂചനയും അപകടം ഉണ്ടായതും. അപ്പോൾ അന്നത്തെ അപകടം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ അന്ന് ഈ 15 വർഷമായിട്ടും ആ അപകടത്തിൻ്റെ വിഷമങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോൾ യാത്ര ചെയ്ത് ഗൾഫ് പ്രവാസി ഞാൻ യാത്ര ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ അറിയുന്നുണ്ട്. ഓരോ യാത്രയിലും അതിൻ്റെതായ ഒരു മാനസിക സംഘർഷത്തിലൂടെ യാത്ര ചെയ്യാറുള്ളത്. അപകടം നടന്നത് രക്ഷപ്പെട്ടത് എനിക്കെന്നെ 100% എനിക്കെന്നെ അത്ഭുതമാണ്. അങ്ങനെ രക്ഷപ്പെടുന്ന ഞാൻ ഒരു സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. കാരണം അന്ന് അപകടം നടന്നതിന് ശേഷം തീ പിടിക്കുന്ന പ്ലേറ്റ് അങ്ങനെ നമ്മൾ കൊക്കയിലേക്ക് പോകുന്നത് സൈഡ് സീറ്റിലായിരുന്നു അല്ലേ? ഞാൻ സൈഡ് സീറ്റിലാണ്. സെൻട്രൽ 22F സീറ്റ് നമ്പർ സൈഡ് സീറ്റിലായതുകൊണ്ട് എല്ലാം കാണാൻ പറ്റിയിരുന്നു. പിന്നെ എൻ്റെ മൈൻഡ് 100% വർക്ക് ചെയ്തിരുന്നു, ഒന്നും നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ തീ പിടിക്കുന്നു, വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായി എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? മനസ്സിൽ എനിക്ക് ഓർമ്മ ഞാൻ മരിക്കും എന്നുള്ള ധാരണയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ മരിക്കാനുള്ള തയ്യാറെടുപ്പെന്നു പറയാം. ചെറുക്കനും താഴെ ഇറങ്ങിയതിന് ശേഷം പ്ലേറ്റ് താഴെ ലാൻഡ് ചെയ്തതിന് ശേഷം പുള്ളി ഇരട്ടായി. കരച്ചിൽ ഇതൊക്കെ കേട്ടപ്പോൾ ഞാനും മരിക്കും എന്നുള്ള ധാരണ, ഇനി രക്ഷപ്പെടാമെങ്കിലും കുടുംബത്തിൽ നിന്ന് കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ നമ്മുടെ ലാസ്റ്റത്തെ ഒരു കലിമ ഷഹാത്ത് പോലത്തെ അതൊക്കെ ചെല്ലിയിട്ട് ഞാൻ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു വെളിച്ചം, എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു വെളിച്ചം കിട്ടിയപ്പോഴാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നിയത്. അങ്ങനെ അവിടത്തേക്ക് പാസ് ചെയ്ത് പോയി അവിടെ നിർത്തി ചാടുകയാണ് ചെയ്തത്. അവിടുന്ന് ഞാൻ പിന്നെ കാട്ടിലാണ് എത്തിയത് മേലോട്ട് നോക്കുമ്പോൾ നേരെ ഇറങ്ങി പ്ലെയിൻ്റെ താഴെയുള്ളത്. ചാടി നോക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ പ്ലെയിൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്നുള്ള ധാരണയിൽ നേരെ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി കാട്ടിൽ കൂടെ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തെത്തി അവിടെ വീഴുകയായിരുന്നു. ഞങ്ങളപ്പോൾ എൻ്റെ കൂടെ രക്ഷപ്പെട്ട കൃഷ്ണനും വേറെ 2 കർണാടകക്കാരും കൂടെ ഉണ്ടായിരുന്നു. ആ സൈഡിലിരുന്ന ആളുകൾ തന്നെയാണ് രക്ഷപ്പെട്ടത് അല്ലേ? എല്ലാവരും ആ സൈഡിലുള്ളതാണ്. 22 ആ ചുറ്റിപ്പറ്റിയുള്ള എൻ്റെ അതേ സൈഡിൽ തന്നെയുള്ളതാണ് 8 പേര് രക്ഷപ്പെട്ടത്. പക്ഷെ എല്ലാവർക്കും നല്ല പെരുക്കുണ്ട്. എനിക്ക് തലക്ക് ചെറിയൊരു പെരുക്കുണ്ടായിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് പൊള്ളലേറ്റി, എനിക്ക് പൊള്ളലേറ്റില്ല. പക്ഷെ ഞാൻ പുക സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. ഏത് 2 മിനിറ്റും കൊണ്ട് ഞാനും മരണത്തിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അത്ഭുതകരമായി അതിൽ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. ദുബായിൽ ബിസിനസ് ആയിരുന്നു അല്ലേ? ദുബായിലാണ്. അന്ന് ആദ്യം ഷിപ്പിംഗ് കമ്പനി ഒരു PR വർക്കായിരുന്നു. പിന്നെ ബിസിനസ് നടത്തി ചെറിയ തോതിൽ. ഇപ്പോൾ പോയി വരുന്നേ ഉള്ളൂ. മകനുണ്ട് അവിടെ, മകൻ ബിസിനസ് നടത്തുന്നുണ്ട്. സ്ഥിരമായി ആ വിമാനത്തിൽ മംഗലാപുരത്തു നിന്നായിരുന്നോ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, അന്ന് നമുക്ക് കണ്ണൂർ എയർപോർട്ടില്ല. അന്ന് കോഴിക്കോട് ഉണ്ടായിരുന്നു. നമുക്ക് കോഴിക്കോടും കണ്ണൂരും ഏതുപോലെ, ചിലപ്പോൾ കണ്ണൂരിൽ വരും, കോഴിക്കോട് ഇറങ്ങും, അല്ലെങ്കിൽ മംഗലാപുരം. അങ്ങനെ മാറി മാറി ഞാൻ നോക്കിയിട്ട് പ്ലേറ്റിനനുസരിച്ച് മാറി വരുത്താണ്. അന്ന് അപകടം നടന്ന വിമാനത്തിൽ നേരത്തെ യാത്ര ചെയ്തിരുന്നോ? പല പ്രാവശ്യം ഞാൻ മംഗലാപുരം ഇതേ പ്ലേറ്റിൽ, ഇതുപോലത്തെ പ്ലേറ്റിൽ തന്നെ മംഗലാപുരം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ പിന്നെ കോഴിക്കോടേക്കും ഇത് എക്സ്പ്രസ്സിലും മറ്റൊക്കെ വന്ന് ഇറങ്ങാറുണ്ട്. എയർ അറേബ്യക്കും മറ്റെല്ലാ പ്ലേറ്റും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഈ പ്ലേറ്റും നമുക്ക് ഇറങ്ങി ലാൻഡ് ചെയ്യുന്നവരെ ഒരു അപകടം, പ്ലെയിൻ ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നല്ലേ, പ്ലെയിനെല്ലാം ഓക്കെ ആണെന്നല്ല പറഞ്ഞു. 100% പൈലറ്റ് ഉറങ്ങിപ്പോയി എന്നൊക്കെയാണ് പിന്നുള്ള റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത്. അന്ന് മരിച്ചവരിൽ പരിചയക്കാരൊക്കെ ആൾക്കാരുണ്ടായിരുന്നു? ആരും എനിക്കന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം അപകടത്തിന് ശേഷം നമ്മളെല്ലാം പരിചയക്കാരായി. ഇപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബ ഫാമിലി പോലെ എപ്പോഴും ബന്ധപ്പെടാറുണ്ട്. ഇന്നലെയും ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര മലയാളികളായിരുന്നു രക്ഷപ്പെട്ടത്? 2 മലയാളികൾ, ഞാനും കൃഷ്ണനും മാത്രം. ബാക്കി 6 കർണാടകക്കാരാണ്. കൃഷ്ണൻ കാസർഗോഡ് സ്വദേശിയാണ്. കാസർഗോഡ് ഉദുമ. ഈ അപകടത്തിന്റെ വാർത്ത വരുമ്പോൾ എന്താ ഓർത്തത്? അന്നത്തെ ആ ദിവസമല്ലേ ശരിക്കും ഓർത്തത്? അതേ രംഗം തന്നെ. അപ്പോൾ അന്ന് ഫസ്റ്റ് അപകടം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു കൂടുതൽ ആൾ മരിക്കാതിരിക്കട്ടെ എന്ന്. പിന്നെയാണ് അറിഞ്ഞത് ഇപ്പോൾ എല്ലാവരും മരിച്ച ഒരു വ്യക്തി, എന്നെ പോലെ ഒരു വ്യക്തി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നത് പിന്നെ അറിഞ്ഞത്.
പിന്നീട് വിമാനയാത്ര നടത്തുമ്പോൾ ഈ ഒരു ഭയം ഉണ്ടായിരുന്നു മനസ്സിൽ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഓരോ യാത്രയിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങി പിന്നെ ഇതിപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഇവിടുത്തെ ഇന്നലെ അപകടം ഉണ്ടായത്. ഞങ്ങൾ ലാൻഡ് ചെയ്തതിന് ശേഷമാണ് അപകടത്തിൽ പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയം നല്ലോണമുണ്ട്. അന്നത്തെ ഈ ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും അലട്ടുന്നുണ്ടോ? ഇല്ല, മനസ്സിന് ചെറിയ ഇതുണ്ടല്ലോ, വേറെ ഒന്നുമല്ല. മനസ്സിൽ പ്ലെയിൻ യാത്ര ചെയ്യുമ്പോഴുള്ള ഒരു വിഷമം ഇപ്പോൾ ഉണ്ട്. എങ്കിലും യാത്ര ചെയ്യുന്നുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം, അന്ന് രക്ഷപ്പെടുത്തിയ ദൈവം ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള ധാരണയിൽ അള്ളാഹുവിലെല്ലാം ഭാരമേൽപ്പിച്ചുകൊണ്ട് ഇപ്പോഴും യാത്ര ചെയ്യുന്നു. ഈ ചികിത്സയ്ക്കുള്ള സഹായവും മറ്റു നഷ്ടപരിഹാരങ്ങളൊക്കെ കിട്ടിയിരുന്നു? നഷ്ടപരിഹാരം പറയുകയാണെങ്കിൽ മരിച്ചവർക്ക് തന്നെ ശരിക്കും കിട്ടിയിട്ടില്ല ഒന്നും. അവർക്കെല്ലാം പിന്നെ 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം ഇങ്ങനെ വാർഗ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. ശരിയായ അർഹതപ്പെട്ടത് കിട്ടിയില്ല എന്ന് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞങ്ങൾ മാംഗ്ലൂർ എയർ ക്രഷിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ കേസുള്ളത്. അതിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മൗണ്ടൻ കമ്മീഷൻ പ്രകാരം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. തീരെ കിട്ടിയില്ല എന്നല്ല, ചെറിയ തോതിൽ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന നിലയിൽ ഇത് അർഹതമായ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് പ്രത്യേകം ഇനി പറയാനുള്ളത്, ഇപ്പോൾ ഇന്നലെ അവിടെ നടന്നിട്ടുള്ള എല്ലാ മരിച്ച ആൾക്കാർക്കും ഗവൺമെന്റ് ആയാലും അതിന്റെ ടാറ്റ അതിന്റെ കമ്പനി ആയാലും അർഹതപ്പെട്ട മൗണ്ടൻ കമ്മീഷൻ പ്രകാരം നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഈ ദുരന്തങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാവുന്നതാണോ, അതെയോ ഈ നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഇത് ഒരു ശ്രദ്ധ കുറവുകൊണ്ട് സംഭവിക്കുന്നതാണോ? അതായത് ഈ എയർക്രാഫ്റ്റിന്റെ ഒരു അശ്രദ്ധയുണ്ടോ അതിനകത്ത്? അശ്രദ്ധ ഉണ്ടോ എന്ന് വിചാരിച്ചാൽ പൊതുവേ ലക്ഷക്കണക്കിന് ഫ്ലൈറ്റുകൾ ഇന്ന് റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. ഏറ്റവും ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പ്ലെയിൻ അപകടം നടന്നപ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്ന പ്ലെയിൻ യാത്ര ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് കൗൺസിലിംഗ് തന്നപ്പോൾ ശേഷം പ്ലെയിൻ മറ്റുള്ള അപകടത്തെക്കാളും ഏറ്റവും കുറഞ്ഞത് പ്ലെയിൻ എയർ ക്രഷാണ്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇതിൽ കുറച്ചും കൂടി അശ്രദ്ധയുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴത്തെ ഇതിന്റെ റിപ്പോർട്ട് കിട്ടാണ്. നമ്മളത് മെയിൻ പിന്നെ അവരെ അന്നത്തെ ഡ്യൂട്ടിന്റെ പ്രശ്നമെന്നാണ് ഞാൻ അറിഞ്ഞത്. പൈലറ്റ് ഉറങ്ങിപ്പോയതും പിന്നെ ലാസ്റ്റ് ഇറങ്ങാൻ പോകുമ്പോൾ പൈലറ്റ് ഉറങ്ങിയണിച്ചതും എന്നുള്ള പിന്നത്തുള്ള റിപ്പോർട്ട് ഉണ്ടല്ലോ. പ്ലെയിനിന്റെ കംപ്ലൈന്റ് അല്ല. ഇപ്പോഴത്തെ ഏതാണെന്ന് അറിയില്ല. എങ്കിലും കുറച്ചൊക്കെ ഇനിയും നമ്മുടെ യാത്രക്കാരുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുശേഷം കൗൺസിലിംഗ് ഒക്കെ എടുത്തതിന് ശേഷമാണല്ലേ നോർമലായത്? അതെ, നോർമലായത്. അല്ലെങ്കിൽ ഞാൻ പോയില്ല. ഞാൻ ഗവൺമെന്റിൽ നിന്ന് അതിന്റെ അന്നത്തെ ഗവൺമെന്റിൽ നിന്ന് ആളെ കണക്ക് ചെയ്ത് വീട്ടിലേക്കൊക്കെ കൗൺസിലിംഗ് ആൾ വന്നിരുന്നു. 2-3 പ്രാവശ്യമായിട്ട് വന്നിട്ട് അവരൊക്കെ ക്ലാസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സ് മാറിയത്. അവർ പറഞ്ഞ് കാറിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുമ്പോൾ നമ്മൾ അറിയാൻ പറ്റില്ല. പ്ലെയിൻ്റെ നമ്മൾ റണ്ണിങ്ങിന് മുമ്പേ എല്ലാ അപകടങ്ങളും അതിൻ്റെ എല്ലാം അറിയും. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും സുരക്ഷിതമായ യാത്രയാണ് ഫ്ലൈറ്റ്. പിന്നെ അന്നത്തെ ഒരു അവിടുത്തെ പറ്റിപ്പോയതല്ലേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായും ഓരോ അപകടങ്ങളും ഉണ്ടാകുമ്പോഴും ആ പഴയ അപകടത്തിന്റെ അല്ലെങ്കിൽ അതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആ ഓർമ്മയിലും ആ നടുക്കത്തിലും അതിന്റെ അല്ലെങ്കിൽ ആ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലുമൊക്കെയാണ് ഇദ്ദേഹം.